എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുന്നതിനായിട്ട് വളരെയധികം ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആപ്ലിക്കൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തിരുത്താനുള്ള അവസരം നാളെ എന്ന് പറയുമ്പോൾ ഈ ഒരു ജൂൺ 17-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അതിനുള്ള അവസരം ഉണ്ടാവുക. അതിനുശേഷം 18-ാം തീയതി, അതായത് മറ്റന്നാളാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 18-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഹാജരായിട്ട് 19, 20, 21, 23 തീയതികളിലായിട്ട് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻ്റ് അഡ്മിഷനും, രണ്ടാമത്തെയോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷനും നേടാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് പെർമനൻ്റ് അഡ്മിഷനും നേടാം. എന്നാൽ ആവശ്യമുള്ളവർക്ക് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹയർ ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ നേടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഡോക്യുമെൻറ്റ്സ് മാത്രം കോളേജിൽ കൊടുത്താൽ മതി. അത് കോളേജിൽ ഫീസ് അടക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് ഓൺലൈനായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിൽ നിങ്ങൾ കോളേജ് ഫീസൊന്നും അടക്കേണ്ടി വരില്ല. ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ, പെർമനന്റ് അഡ്മിഷൻ ആണെങ്കിൽ കോളേജ് ഫീസ് അടക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 25-നാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ജൂൺ 25-ന് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ജൂൺ 26, 27, 28, 30 തീയതികളായിട്ട് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിലേക്കും, അതല്ല നിങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടില്ല ടെമ്പററി അഡ്മിഷൻ എടുത്ത ആ ഒരു കോളേജ് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റും ഉള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് അതിനുശേഷം ക്ലാസ്സുകൾ ജൂലൈ 1-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം നിങ്ങൾക്ക് ജൂൺ 17-ാം തീയതി വരെയാണ് പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക. അതുപോലെ തന്നെ ആദ്യ അലോട്ട്മെന്റ് ലഭിക്കുന്നവർ നിശ്ചിത സമയത്തിനുള്ളിൽ സർവകലാശാല ഫീസ് അതുപോലെ പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് തന്നെ അടച്ച ശേഷം നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ കോളേജിൽ ഹാജരായി താൽക്കാലിക അല്ലെങ്കിൽ സ്ഥിര അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിലെ നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കാത്ത പക്ഷം രണ്ടാം അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതല്ല. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അവകാശപ്പെട്ടിരിക്കുന്ന എല്ലാ ക്ലെയിമുകളും തെളിയിക്കുന്നതിലേക്കായിട്ടുള്ള അസൽ രേഖകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. പ്രവേശന സമയത്ത് ഓൺലൈൻ അപേക്ഷാ ഫോമിൽ പരാമർശിക്കാത്ത ക്ലെയിമുകൾ തെളിയിക്കുന്നതിലേക്കായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയാൽ പോലും ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളൂ. OCI കാർഡ് ഉള്ളവരോ വിദേശ വിദ്യാർത്ഥികളോ ഈ ഒരു ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഇത്തരം വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിലെ സെന്റർ ഫോർ ഗ്ലോബൽ അക്കാദമിക് വിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെമ്പററി ആയിക്കോട്ടെ പെർമനന്റ് അഡ്മിഷൻ ആയിക്കോട്ടെ ഏത് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾ അടയ്ക്കേണ്ട ഫീസാണ് ഈ ഒരു SC/ST വിദ്യാർത്ഥികൾ 1390 രൂപ, മറ്റുള്ളവരാണെങ്കിൽ 2800 രൂപ. അതുപോലെ തന്നെ NIOS അതുപോലെ മറ്റ് സംസ്ഥാന ബോർഡുകൾ NIOS അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന ബോർഡുകളിലുള്ള വിദ്യാർത്ഥികൾ SC/ST വിഭാഗമാണെങ്കിൽ 865, മറ്റുള്ളവരാണെങ്കിൽ 2275 രൂപയാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫീസിനെ കുറിച്ച് പറയാനുള്ളത്. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയാൽ ഫീസൊന്നും അടക്കേണ്ടതില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് മുതലാണ് നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ അടക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നാളെ വൈകുന്നേരം, അത് ജൂൺ 17-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വേണ്ട എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.